അപ്പോൾ നമ്മളിങ്ങനെ ഫുഡ് തേടി 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 എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം നാലാഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ്. തിരുവനന്തപുരം നാലാഞ്ചിറയുള്ള നമ്മുടെ സ്വന്തം ഷൈനി ചേച്ചിയുടെ വീട്ടിലാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഷൈനി ചേച്ചീനെ സ്വാഗതം ചെയ്യാം നമ്മുടെ ഷോയിലേക്ക്. ചേച്ചി, വെൽക്കം ടു ദ ഷോ. ആൾ ഭയങ്കര ടെൻഷനിലാണ് നിൽക്കുന്നത്. ഷൈനി ചേച്ചി എന്ന് പറയുമ്പോൾ നമ്മളുടെ സ്വന്തം നവ്യക്കുട്ടീൻ്റെ അമ്മയാണ്. നവ്യക്കുട്ടി നമ്മുടെ പ്രീവിയസ് എപ്പിസോഡ്സ് കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും നവ്യനെ. അപ്പോൾ നവ്യ ഒരു ഹോം ബേക്കറാണ്. നവ്യയുടെ അമ്മയും ബേക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ കൂടുതൽ സ്നാക്സും അങ്ങനത്തെ ഐറ്റംസാണ്. അപ്പം ഇതല്ലാണ്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. മുന്നേ വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ മൈക്രോബയോളജിസ്റ്റ് ആണ്. ആഹാ. ഇപ്പം എന്താ പറ്റി? മക്കളെ രണ്ടുപേരും നോക്കാൻ വേണ്ടിയിട്ട്? മക്കളെ നോക്കാൻ ഞങ്ങൾ നാട്ടിലേക്ക് നേരത്തെ ഡൽഹിയിലായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് ഇവിടെ വന്നതിന് ശേഷം പിന്നെ വർക്ക് ചെയ്യുന്നുണ്ടായില്ല. ഇവിടെ എത്തിയിട്ട് എത്ര കാലമായി? കുറേ വർഷമായി, 9 വർഷമായി. അപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നില്ല, നമ്മൾ ഗൃഹഭരണത്തിലാണല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് എന്ത് ഐറ്റം ഉണ്ടാക്കി തരാം മോനെ? നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഒരു ക്രീമി ഗാർലിക് ചിക്കൻ. ക്രീമി ഗാർലിക് ചിക്കനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെ വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വിശേഷങ്ങൾ നമുക്ക് മെല്ലെ ചോദിച്ചറിയാം. നമുക്ക് ആദ്യം നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് പറയാം. ഇത് ചിക്കൻ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കുറച്ച് സോൾട്ടും പെപ്പറും. നമ്മൾ ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത്. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു ½ ആൻ അവർ ആയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ആദ്യം നമുക്കിത് ഫ്രൈ ചെയ്യണം. അതിന് കുറച്ച് എണ്ണയും കുറച്ച് ബട്ടറും കൂടി ഇട്ടിട്ട് നമ്മൾ ആദ്യം ഇത് ഫ്രൈ ചെയ്തെടുക്കും. അതിനുശേഷം പിന്നെ അതിൻ്റെ സോസ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഗാർലിക് ഉണ്ട്, പിന്നെ ഒനിയൻ ഉണ്ട്, ചീസ് ഉണ്ട്, ബട്ടർ ഉണ്ട്, പിന്നെ കുറച്ച് ചിക്കൻ ക്യൂബ്സ് ഉണ്ട്, ക്രീം, അത് കുറച്ച് ഫ്രഷ് ക്രീമാണ്. ഇനിയുള്ളത് നമ്മളെല്ലാ ഐറ്റംസും, ലൈം ജ്യൂസ്, കുറച്ച് ലൈം ജ്യൂസ് ഉണ്ട്, പിന്നെ വെള്ളം. ശരി, തുടങ്ങാം. നമുക്ക് ആദ്യം അപ്പോൾ എണ്ണ എത്ര ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്? അത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ആ ഒരു പരുവത്തിന് വേണ്ടിയിട്ടുള്ള. ട്രിവാൻഡ്രം അല്ല നാട്, നമ്മൾ കോട്ടയം ആണല്ലേ? അതെ, കോട്ടയാണ് എൻ്റെ സ്ഥലം. കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു, ട്രിവാൻഡ്രത്തേക്ക് വന്നതാണ്. കുറച്ച് ബട്ടറും കൂടി ഓയിലിൻ്റെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ. നമ്മളത് എന്ത് ഓയിലായിരുന്നു? അത് വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിൽ. ഓക്കെ. നമ്മൾ കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്ത് ഈ ഒരു റെസിപ്പിക്ക് കോക്കനട്ട് ഓയിലിൻ്റെ ആ ഒരു ഫ്ലേവർ മുന്നിൽ നിൽക്കുന്നത് അത്ര നല്ലതാണ്. വെജിറ്റബിൾ ഓയിലായിരിക്കും എപ്പോഴും നല്ലത്. ശരി, ഓക്കെ. നമ്മളപ്പം വെജിറ്റബിൾ ഓയിലും എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുത്തു. നമുക്ക് ഈ ചിക്കൻ്റെ പീസ് അതിലോട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ സോൾട്ട് ആൻഡ് പെപ്പർ എടുത്തിട്ട് നമ്മൾ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതിൽ സോൾട്ട് ആൻഡ് പെപ്പർ ഇട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ്സ് അല്ലേ? 10 മിനിറ്റ്സ്, ഹാഫ് ആൻ അവർ എത്രത്തോളം മാരിനേറ്റ് ചെയ്തിരിക്കുന്നോ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് കൂടെ നമുക്കൊരു ഗാർലിക് വെറുതെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുത്താൽ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇവിടെ ഒരുപാട് കുക്കിംഗ് റിലേറ്റഡ് ഉള്ള സാധനങ്ങൾ, ഒരുപാട് ടൂൾസ് ഉണ്ടല്ലേ ബേക്കിങ്ങിനും ഇതിനൊക്കെ വേണ്ടിയിട്ട്. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇത് കാണുന്നത്. ഗാർലിക് ക്രഷർ എന്ന് പറയുന്നത്. വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മളുടെ കുക്കിംഗ് ഇതിലെ സ്നാക്സ് ഒക്കെയാണ് അമ്മ ഫോക്കസ് ചെയ്തിരിക്കുന്നതെന്ന് നവ്യ മുന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കട്ട്ലെറ്റ്സ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്, ചിക്കനും ബീഫും ഒക്കെ. അതും നമ്മൾ സെയിൽസിനുണ്ട്, ചോദിക്കുന്നവർക്ക് കൊടുക്കാറുണ്ട്. ബൾക്ക് ഓർഡേഴ്സ് ആയിട്ട് എടുക്കും. ഓക്കെ, നമുക്ക് ഇത്ര വേണമെന്നൊക്കെ മിനിമം ക്വാണ്ടിറ്റി അത്രയും ഉണ്ടാക്കാനായിട്ടല്ലേ? ഓർഡേഴ്സ് വരുന്നതനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു മിനിമം ഒരു ക്വാണ്ടിറ്റി എപ്പോഴും പറയാറുണ്ട്. അതും നമ്മൾ ക്വിക്കർ എന്ന് പറയുന്ന ആപ്പ് യൂസ് ചെയ്തിട്ട്, അത് ഡെലിവറിക്ക് വേണ്ടി മാത്രമാണ് ക്വിക്കർ യൂസ് ചെയ്യുന്നത്. പിന്നെ പരിചയമുള്ളവരും അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ആണ് മിക്കവാറും ഓർഡർ തരുന്നത്. അധികം അഡ്വർടൈസ്മെന്റ് മാർക്കറ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഇനി നമ്മൾ അതൊന്ന് വിശാലമായിട്ട് നമ്മൾ ഇതിലേക്ക് ഇറങ്ങാനുള്ള ഒരു പ്ലാൻ ഉണ്ട് അല്ലേ? മോൾക്ക് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ സൈഡിൽ അമ്മയ്ക്ക് ഒരു സ്പേസ് തരുമായിരിക്കും സ്നാക്സിനൊക്കെ വേണ്ടിയിട്ട്. മോള് കിള്ളമായിട്ട് കുറേ കേക്ക്സും കുക്കീസും ഒക്കെ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അമ്മയുടെ കുക്കിംഗ്, അമ്മയുടെ കൈപ്പുണ്യം എങ്ങനെയാണ് എന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ നമ്മുടെ ഇത് ഇവിടെ സെറ്റായി എന്ന് തോന്നുന്നു അല്ലേ? ഏതാണ് നമ്മൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ഒരു ഗാർലിക്കിൻ്റെ മണവും ബട്ടറിൻ്റെ മണവും ഒക്കെ നന്നായിട്ട് വരണുണ്ടായിരുന്നു. നമ്മുടെ വീട് മൊത്തം ഗാർലിക്കും ബട്ടറിൻ്റെ മണം കൊണ്ട് നിറഞ്ഞു. ഇനി നമുക്കത് ഫ്രൈ ആയിട്ടുണ്ട്. ഒത്തിരി ഹെവി ആൻഡ് റിച്ച് ആയിട്ടുള്ള ഐറ്റം കേട്ടോ. കാര്യം ബട്ടറും നമ്മളുടെ ഓയിലും ഒക്കെ ആയിട്ട്. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ കുറച്ച് ഗാർലിക്കിന് അടുത്ത ക്രീം ഉണ്ടാക്കാനുള്ള സോസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ആദ്യം ഒനിയൻ ഇടാം അല്ലേ? ഒനിയൻ ഇടാം. ഒരു മീഡിയം സൈസ് ഒനിയനാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അത് വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ടിരിക്കുകയാണ്.
അതൊന്നൊരു കുറച്ചൊരു ട്രാൻസ്ലൂസൻ്റ് ഒരു ട്രാൻസ്പെറൻ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഗാർലിക് ഇട്ട് കൊടുക്കാം. ശരി. ഇതേ നമ്മളുടെ ചിക്കൻ പീസ് തന്നെ ഇങ്ങനെയാണ് ആയിട്ടുള്ള നല്ല മാറിനേറ്റ് ചെയ്ത് നല്ല ഭംഗിക്ക് ഇരിപ്പുണ്ട്. ബട്ടറിൽ കുളിച്ച് മുങ്ങി നമ്മളുടെ ചിക്കൻ ഇരിപ്പുണ്ട്, കാണാമല്ലോ അല്ലേ? ഇനി അടുത്ത് ഗാർലിക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് എത്ര ക്വാണ്ടിറ്റി ഉണ്ട്? ഇതൊരു 6 6 ഇതുപോലെ വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത കുനുകുന അരിഞ്ഞ നമ്മൾ അരിഞ്ഞ ഗാർലിക്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ടറിലും എണ്ണയും തന്നെ അതിൽ ബാക്കി ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ കുനുകുന അരിഞ്ഞ നമ്മൾ എത്ര ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള എടുത്തിട്ടുണ്ടായിരുന്നു. 6 അല്ലി വെളുത്തുള്ളി കുനുകുന അരിഞ്ഞത്, അതും കുനുകുന അരിഞ്ഞ് നമ്മൾ അത് മൂത്തിട്ടുണ്ട്. ഒരു നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഒന്നുകിൽ ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചിക്കൻ സ്റ്റോക്ക് ഇല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നോർമൽ വെള്ളം, സാധാരണ വെള്ളം, 1/2 കപ്പ് വെള്ളം. നമ്മുടെ അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് പോലെ നമുക്ക് ഇതിന് ചിക്കൻ സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ചിക്കൻ മാഗി ചിക്കൻ ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നത്. അത് നിങ്ങൾ വാങ്ങാനായിട്ട് അവൈലബിൾ ആണല്ലേ? ക്യൂബ്സ് ആയിട്ട് അവൈലബിൾ ആണ്, മാഗിയുടെ അവൈലബിൾ ആണ്. എന്തൊക്കെ കാര്യങ്ങളാണ് പുതുതായിട്ട് പഠിക്കുന്നതെന്ന് നോക്കണം. ഓക്കെ, അത് നമ്മൾ ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് ആക്കണം. ഇനി ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒരു ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, 1 ടീസ്പൂൺ നാരങ്ങ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശരി, പിന്നെ കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കാം. അതൊക്കെ നമ്മളുടെ അത് ഒരു ടീസ്പൂൺ മതി. അത് ഓക്കെ. നമുക്ക് ഇച്ചിരി കൂടുതൽ അതിന്റെ സ്മെല്ലും ഫ്ലേവറും ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടെ കൊടുക്കാം, അല്ലെങ്കിൽ അതിന്റെ ഫ്ലേവർ ഒത്തിരി അങ്ങ് മുന്നേ നിൽക്കത്തില്ല, എടുത്ത് നിൽക്കും. അതെ. അപ്പോൾ എന്തൊക്കെയാ കട്ട്ലറ്റും അങ്ങനത്തെ വേറെന്തൊക്കെ ഐറ്റംസ് ഉണ്ട്? ഇലയപ്പം, കൊഴുക്കട്ട. ഡെയിലി അപ്പോൾ കൊടുക്കുന്നുണ്ടോ? ഇല്ല, ഓർഡർ വരുന്നതനുസരിച്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പം അതും നമ്മുടെ അനുസരിച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതും നമ്മളുടെ മാർക്കറ്റിംഗ് വരുന്നത് നമ്മളുടെ ഇൻസ്റ്റാ പേജിൽ തന്നെയാണ്. ഇതിനങ്ങനെ മാർക്കറ്റിംഗ് ഒന്നും ഇല്ല. കേക്ക് ചോദിക്കുന്നവർ ചിലപ്പോൾ ആരെങ്കിലും സ്നാക്സ് എന്തെങ്കിലും അവൈലബിൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് മാത്രം കൊടുക്കുന്നതാണ്. ഇതിന് നമ്മൾ വേറെ എങ്ങനെ മാർക്കറ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ ഇപ്പോഴത്തെ കാലത്തൊക്കെ. മാർക്കറ്റിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഒരു പേജ്, ഫേസ്ബുക്ക് പേജോ ഇൻസ്റ്റാ ഹാൻഡിലോ ഒക്കെ ഇതിനും കൂടെ വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ, അല്ലെങ്കിൽ നമ്മളുടെ നവ്യക്കുട്ടി നമ്മളെ സമ്മതിക്കത്തില്ലല്ലേ ബേക്കിങ്ങിന്റെ പേജിൽ ഇത് പരിപാടിയൊന്നും ചെയ്യാനായിട്ട്. വേറൊരു ഡെലിക്സ് എന്ന് പറഞ്ഞിട്ട് ആദ്യം ഉണ്ടായിരുന്നു, എനിക്കൊരു പേജ് ഉണ്ടായിരുന്നു. മോള് തുടങ്ങുന്നതിന് മുമ്പ് ഡെലിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ പിന്നെ ബേക്കിംഗ് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ മാറ്റി. ഇതിപ്പം ഒരു കുറച്ച് ബോയിലായിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഇതിൽ വെള്ളത്തിലൊക്കെ ഇത് ചെയ്ത ഒരു ഇതായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 കപ്പാണ് ഫ്രഷ് ക്രീം ഒഴിക്കുന്നത്. പരമ്പരാഗതമായിട്ട് കിട്ടിയിട്ടുള്ള റെസിപ്പീസ് ഉണ്ടോ അതോ ഇത് പരമ്പരാഗതമായിട്ടുള്ള റെസിപ്പി അല്ല? ഇത് പരമ്പരാഗതമായിട്ടില്ല എനിക്കറിയാം, എന്നാലും പരമ്പരാഗതമായിട്ട് കിട്ടിയിട്ടുള്ള റെസിപ്പീസ് കട്ട്ലറ്റ്സ്, ബീഫ് ഫ്രൈ, അതൊക്കെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പിയാണല്ലേ? അതാർക്കും പറഞ്ഞു തരത്തില്ല. അത് ഇതെന്തായാലും പുതിയ ടൈപ്പാണല്ലോ ഫ്രഷ് ക്രീമൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും കുറച്ചൊന്ന് അമ്മയും മോളും ഒന്ന് ആഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ട്രിവാൻഡ്രത്ത് അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ ഒരു ബേക്കിങ്ങും ഹോം ഷെഫും ഒക്കെ ആയിട്ട് തിളങ്ങാമല്ലേ? തിളങ്ങണം. അതാണ്. എത്ര നാളായി സ്റ്റാർട്ട് ചെയ്തിട്ട്? ബേക്കിംഗ് ഒരു 8th മുതൽ നവ്യ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുക്കിംഗ് ഇങ്ങനത്തെ സ്നാക്സ് സംഭവങ്ങളൊക്കെ ഈ ഒരു 2-3 ഇയേഴ്സിലാണ് തുടങ്ങിയത്. നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് തുടങ്ങിയത്. റിക്വയർമെന്റ്സ് ഉണ്ടല്ലേ? ഇപ്പൊ ഫ്രണ്ട്സും റിലേറ്റീവ്സും മാത്രമായിട്ട് പോലും ഒരുപാട് റിക്വയർമെന്റ്സും കാര്യങ്ങളും ഉണ്ട്. കുറച്ചുകൂടെ ഒന്ന് മാർക്കറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ പ്രേക്ഷകർ എന്തായാലും ഇതിനൊക്കെ ഓർഡേഴ്സ് തരും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഓർഡർ തരാനായിട്ട് ഉള്ള കോൺടാക്ട് നമ്പറും നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതിൽ സോൾട്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല, കാരണം ഈ ചിക്കൻ ക്യൂബ്സിൽ ഓൾറെഡി കുറച്ച് സോൾട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സോൾട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഈ ചിക്കൻ പീസും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞാൽ സെറ്റായി. ഓക്കെ. ശരിക്കും ഒരു സ്റ്റേക്കിൻ്റെ ഒക്കെ ഒരു ഫീലിംഗ് ആണ് ആ പീസ് കാണുമ്പോൾ. പക്ഷെ അതിൻ്റെ ഗ്രേവി ആ ഒരു ഇതല്ല.
അത് നമ്മൾ പലരും പല രീതിയിലാണ് പറയുന്നത്. സ്റ്റീക്ക് എന്ന് പറയുന്നവരുണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നു അതിൻ്റെ പ്രൊനൗൺസിയേഷൻ സ്റ്റേക്ക്. അപ്പം ഞാൻ എന്താ ഈ കൊച്ചിനെ അറിഞ്ഞുകൂടാതെ നിന്ന് സംസാരിക്കുകയാണെന്ന് വിചാരിക്കരുത്. നമ്മൾ ഇങ്ങനെയും പറയാറുണ്ട്. അതൊരു 1 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ബോയിൽ ആയാൽ മതി ഈ സോസിലൊന്ന്. ഇവിടെ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ പുതിയ പുതിയ പരീക്ഷണങ്ങൾ ചെയ്യാറുണ്ടോ? യൂട്യൂബിൽ നോക്കിയുണ്ട്, ഞാൻ ചെയ്യാറുണ്ട്, മോള് ചെയ്യാറുണ്ട്. അവർക്ക് ഇങ്ങനെ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ്, എന്നേക്കാൾ ഇൻട്രസ്റ്റ് അങ്ങനെ. എനിക്ക് പഴയ ട്രഡീഷണൽ സാധനങ്ങളോടൊക്കെയാണ് കൂടുതൽ താല്പര്യം. അപ്പം ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ തന്നെ കേക്ക് ഉണ്ടാക്കുന്ന കാരണം പുറമെ പോയി ഒന്നും ഓർഡർ ചെയ്യാറില്ല എന്ന് പറഞ്ഞു. ഈ ഐറ്റംസും ഒക്കെ അങ്ങനെ തന്നെയാണോ? ഹോട്ടൽസിലൊക്കെ പോകുന്ന കുറവാണ്? ഹോട്ടൽസിൽ പോകാറുണ്ട്, ലോക്ക്ഡൌണിന് മുമ്പേ ഒക്കെ പോകാറുണ്ട്. ഇതിപ്പോൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്തു, എന്നാലും ഇടയ്ക്കൊരു ബ്രേക്ക് വേണമല്ലോ. അതെ അതെ. അപ്പം നമ്മുടെ ഇത് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ സോസൊക്കെ നല്ല തിക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം, സ്റ്റവ് ഓഫ് ചെയ്യാം. ഓക്കെ, ഇനി സെർവിങ്ങിന് ഇനി ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് സെർവ് ചെയ്യാം. എന്തായാലും നമ്മളുടെ ക്രീമി ഗാർലിക് ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ടേസ്റ്റ് ചെയ്യാം അല്ലേ? ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതല്ലേ? ഇത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതാണ്. പക്ഷെ നമ്മൾ ഇനി ഇത് സ്ഥിരമായിട്ട് ഉണ്ടാക്കാനുള്ളൊരു പ്ലാൻ ഉണ്ട്. ശരി, അപ്പം നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ? ഞാൻ ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാവേ. അപ്പോൾ എല്ലാവരുടെയും അനുവാദത്തോടു കൂടെ ഞാനിത് ടേസ്റ്റ് ചെയ്യാൻ പോവാണേ. ടെൻഷനടിച്ച് നിൽക്കാം. കിടിലായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ആ ഒർഗാനോയുടെ ഫ്ലേവർ നല്ല രീതിയിൽ വരണുണ്ട് കേട്ടോ. എനിക്ക് ഒർഗാനോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിസ്സയൊക്കെ വാങ്ങുമ്പോൾ ഒർഗാനോ നിറയെ ഇട്ടിട്ടാണ് കഴിക്കുന്നത്. അത് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ ചീസി അല്ല ക്രീമി ഗാർലിക് ചിക്കൻ കിടിലായിട്ടുണ്ട്. അപ്പം ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും വീട്ടിൽ. വളരെ സിമ്പിളായിട്ടുള്ള, നമുക്ക് വളരെ പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസുമാണ്. ഉണ്ടാക്കാൻ വഴിയുള്ളവരാണെന്നുണ്ടെങ്കിൽ നേരെ ഷനി ചേച്ചിനെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? 9947780313. ഇതിൽ വിളിക്കോ മെസ്സേജ് അയക്കോ വാട്സാപ്പ് ചെയ്യോ ചെയ്ത് കഴിഞ്ഞാൽ എന്നാ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേഷൻ ഉൾപ്പെടെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഡെലിവറി ചെയ്യും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു ഡിഷ് ഉണ്ടാക്കി തന്നതിന്. അപ്പോൾ എന്തായാലും ഫ്യൂച്ചറിൽ ഒരുപാട് ഡിഷസ് ഉണ്ടാക്കാനും പറ്റട്ടെ. ഒരുപാട് ഡിഷസ് ഉണ്ടാക്കും കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ ഫ്രീക്വൻലി വന്ന് ഓരോന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഷോപ്പോ അല്ലെങ്കിൽ ഒരു കുറെ കൂടെ വലിയ രീതിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ചെയ്യാം. മടി പിടിച്ചിരിക്കേണ്ട. അപ്പം മോള് ഹൈജാക്ക് ചെയ്ത ആ പേജിനൊക്കെ മാറ്റിയിട്ട് അമ്മ സ്വന്തമായിട്ട് ഒരു പേജൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനി നമ്മൾക്ക് വരും കാലങ്ങളിൽ ഷൈനി ഒരു ഹോം ഷെഫ് എന്നുള്ള രീതിയിൽ ഒരുപാട് മുന്നോട്ട് വരട്ടെ എന്ന് ആശംസിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഒന്നും പറയാനില്ല പ്രേക്ഷകരോട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ നമ്മുടെ ഈ ചിക്കൻ ഡിഷ്. അപ്പം എന്നിട്ട് അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും മറ്റൊരു ഡിഷുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ ടാറ്റ ബൈ ബൈ.